Jingle bells, jingle all the way. Hey guys, welcome to Isha Spicy Tasty World. എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് മാസം തുടങ്ങിയല്ലേ? അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഏതാണ് കേക്ക് തയ്യാറാക്കുന്നതെന്നുള്ള ആകാംക്ഷയിലായിരിക്കും. അപ്പോൾ ആരും വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു പംകിൻ ഡേറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പംകിൻ ഡേറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ സോറി പറയാം കേട്ടോ, കാരണം എൻ്റെ സൗണ്ടിന് ഇച്ചിരി ഒരു വേരിയേഷൻ ഉണ്ട്. നല്ല ജലദോഷം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പംകിൻ, അതായത് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് അതായത് നമ്മുടെ സീഡ്സും കൂടെ റിമൂവ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് അതിൻ്റെ സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് സീഡ്സും റിമൂവ് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേറ്റർ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പംകിൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഡേറ്റ്സ്, റേസൻസ്, ടൂറ്റി ഫ്രൂട്ടി, കാഷ്യൂ നട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലോട്ട് പോകാം കേട്ടോ. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഈ ഒരു കടായിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പകുതി പഞ്ചസാര ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ്ഡ് ചെയ്തെടുക്കാം. അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ്ഡ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഷുഗർ ഇവിടെ നന്നായിട്ട് കാരമലൈസ്ഡ് ആയി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ ഇവിടെ മിക്സ് ആയിട്ട് നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഇതിലോട്ട് പതിയെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി നല്ലൊരു ബോയിൽ ആയതിനു ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിൻ ആഡ് ചെയ്ത് കൊടുക്കാം. പംകിൻ ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് റൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സീഡ്സ് ഉള്ള റൈസൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 10 to 15 റൈസൻസ് ആണ്. അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ നമ്മുടെ ഈ ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദമാവ് ഒന്ന് തൂകിയതിന് ശേഷം റെഡിയാക്കി വെച്ച് ഗ്രീസ് ചെയ്ത് റെഡിയായി വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇതിന് ശേഷം നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായ, ഒരു 2 to 3 ഏലക്കായയുടെ കുരു ചേർത്തിട്ടുണ്ട്. ഒരു 4 to 5 ഗ്രാമ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വേറെ മസാലസുകൾ, അതായത് കറുവപ്പട്ട അങ്ങനെയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഗ്രാമ്പു ആഡ് ചെയ്ത് എല്ലാ മസാലകളുടെ ഫ്ലേവർ ആവും കേട്ടോ. അതിനുശേഷം ഒരു 1/4 കപ്പ് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് എണ്ണയും കൂടെ ഒഴിച്ച് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏതൊരു ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയതിനു ശേഷം നോക്കിക്കോളൂ, നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങായും അതായത് പംകിനും നമ്മുടെ റൈസൻസും നമുക്ക് എടുക്കാം. അതിനുശേഷം ആ ഒരു കൂട്ടിലോട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചറും തൈരും പഞ്ചസാര ലായനി എല്ലാം കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഴ പെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു മഴവെള്ളത്തിൻ്റെ വോയിസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സർ മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് സ്ട്രെയിനർ വെച്ച് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ മൈദപ്പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മൈദപ്പൊടിയുടെ പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ സ്കിപ്പ് ചെയ്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തെള്ളിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 2 to 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് ഗ്രീൻ, യെല്ലോ, റെഡ് ടൂറ്റി ഫ്രൂട്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പംകിൻ റൈസൻസിൻ്റെ കൂട്ട് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡേറ്റ്സ് കുരുവെല്ലാം മാറ്റി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡേറ്റ്സിൻ്റെ മിശ്രിതം നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചില യൂസ് ചെയ്ത് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡേറ്റ്സും നട്ട്സും റൈസൻസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ ബാറ്ററി ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂണ് ഇളം ചൂട് പാല് ചേർത്ത് നന്നായിട്ടൊരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടീൻ എടുക്കാം. കേക്ക് ടീനിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബാറ്റർ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ തിക്നെസ്സും കൺസിസ്റ്റൻസി. നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്ന ആ ഒരു സെയിം മെത്തേഡിലാണ് നമ്മുടെ ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് ഇച്ചിരി ഭംഗി കൂട്ടിയാലോ. അതിനായിട്ട് ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ഇതിൻ്റെ മേലെ കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസൻസ് നട്ട്സ് വേറെ എന്തെങ്കിലും ടൂറ്റി ഫ്രൂട്ടിയോ നമുക്ക് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കേക്ക് ഒന്ന് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇവിടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു വെസൽ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു റിങ് ഇറക്കിയിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ കേക്ക് ടിൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു ഹെവി ലോഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എയർ ഇൻസെർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെവി ലോഡ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 30 to 40 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40 മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു നൈഫോ ഒരു ടൂത്ത് പിക്കോ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ്ലി ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ നൈഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് പുറത്തോട്ടൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് നമുക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അതിനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കൊരു ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നോക്കിക്കൊള്ളു, പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഏത് ഷേപ്പിലാണ് ആവശ്യമുള്ളത് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി പംകിൻ ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പംകിൻ ഡേറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ് ഹെൽത്തി കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സ്നേഹത്തോടെ തയ്യാറാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തോളൂ. അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഷാ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് ആൻഡ് വിഷ് യു ഓൾ മൈ ഡിയർ ഫാമിലീസ് അഡ്വാൻസ് മെറി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.